ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉലുവയുടെ ഉഗ്ര ഉപയോഗങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമാണ് വന്നിരിക്കുന്നത്. അയ്യോ മാറ്റല്ലേ, ഉലുവയെന്ന് കേട്ടാൽ എല്ലാവരും പല ഡോക്ടേഴ്സും പറഞ്ഞു കേട്ട് മടുത്തിരിക്കുമായിരിക്കും അല്ലേ. പക്ഷെ ഞാൻ ആ പറയുന്ന ഗുണങ്ങളൊന്നുമല്ല പറയാൻ ഉദ്ദേശിച്ചത്. ഉലുവയുടെ അഡൻസൺലി യൂസസ്, അഡൻസൺലി എന്ന് പറഞ്ഞാലേ അറിയാം, വിവാഹപ്രായമായവരിലുള്ള യൂസാണ്. അതായത് ഉലുവയുടെ ആദ്യത്തെ ഗുണം പറയാം. ഉലുവ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ആർത്തവ വേദന, ആർത്തവ രക്തം ഒത്തിരി പോകുന്നവർ, മെനുപോസിനോടടുത്ത് കുറേയധികം ദേഷ്യം വരിക, മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നവർ, സ്വെറ്റ് ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവർക്ക് ഉലുവ വളരെ നല്ലതാണ്. ഉലുവ ഒരു സ്പൂണ് 10 ദിവസം അടുപ്പിച്ച് കഴിക്കുക. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ വെള്ളത്തിലിട്ട് കുതിർത്ത് രാത്രി വെച്ച ശേഷം രാവിലെ ആ വെള്ളം എടുത്ത് കുടിക്കുക. ആ വെള്ളം കുടിച്ച് ബാക്കിയുള്ള ഉലുവ ചവച്ചരച്ച് കഴിക്കാം. കയ്പ്പാണെങ്കിൽ കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം ആ വെള്ളത്തിൽ ആ ഗുണങ്ങളെല്ലാം ഉണ്ടാകും. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള സ്ത്രീകളുടെ ഹോർമോണായ ഈസ്ട്രോജനെ മിമിക് ചെയ്യുന്ന ഒരു കണ്ടൻറ്റ് ഉലുവയിലുണ്ട്. അപ്പോൾ ഇതുള്ളത് കൊണ്ട് തന്നെ ഈസ്ട്രോജൻ ലെവൽ നമുക്ക് നന്നായിട്ട് തരുകയും ചെയ്യും. സ്ത്രീകൾക്ക് ഇത് വളരെയധികം നല്ലതാണ്. പിന്നെ PCOS, എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ് ഇതുപോലുള്ള അസുഖങ്ങൾ ഉള്ളവരെല്ലാം ഉലുവ ഇതുപോലെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ബാക്കി വന്ന ഉലുവ കളയണ്ട, വെള്ളത്തിലിട്ട് കുതിർത്ത് ബാക്കി വന്ന ഉലുവ അരച്ച് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. സ്കിന്നിന് നല്ലതാണ്. അതല്ലെങ്കിൽ തലയിൽ തേച്ചാൽ താരൻ കുറയും. കുറേ ഉപയോഗങ്ങളുണ്ട്. ഇനി നമ്പർ 2, അത് പുരുഷന്മാർക്കാണ്. പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ കൗണ്ട് കുറയുമ്പോഴാണ് അവിടെ ആ ആണത്വം കുറയാന്ന് പറയുന്നത്. അപ്പോൾ ആ കൗണ്ട് കൂട്ടാനും ഇതേ ഉലുവ ഇതേ മെത്തേഡിൽ കഴിക്കുക. അപ്പോൾ ഈ രണ്ടും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. സന്താനലബ്ധിക്കായി കാത്തിരിക്കുന്ന ദമ്പതികളുണ്ടെങ്കിൽ അവർ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പൊക്കോട്ടെ, നേർച്ചയിട്ടോട്ടെ, ഉരുളി കമഴ്ത്തിക്കോട്ടെ. പക്ഷെ അതോടൊപ്പം ഉലുവ 2 കൂട്ടരും, സ്ത്രീയും പുരുഷനും, രാത്രികാലങ്ങളിൽ ഇതുപോലെ കുതിർത്ത് വെച്ച് രാവിലെ ആ വെള്ളം കുടിച്ചാൽ വളരെ നല്ലതാണ്. അവർക്ക് പോസിറ്റീവായ റിസൾട്ട് പ്രതീക്ഷിക്കാം. പിന്നെ മൂന്നാമതായി പറയുന്നത് അമ്മമാരിൽ, അതായത് ന്യൂ ബോൺ അമ്മമാർ, പുതിയതായി ഉണ്ടായ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന അമ്മമാരിൽ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടും ഉലുവ. ഇതേപോലെ ഉലുവ വെള്ളത്തിലിട്ട് കഴിച്ചാൽ മതി. പക്ഷേ അതിന് സൈഡ് എഫക്റ്റും വരാം. ഓവർഡോസായി കഴിച്ചാൽ അമ്മയ്ക്കും കുഞ്ഞിനും വയറിളക്കം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉലുവ ഏതൊക്കെ രീതിയിൽ ആർക്കൊക്കെ ഉപയോഗം, അഡൽട്സിൽ മാത്രം ഉള്ള ഉപയോഗമാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഇതല്ലാതെ തൈറോയിഡ് കുറയ്ക്കും. ഹൈപ്പോ തൈറോയിഡിസംകാർ കഴിക്കരുത്, സാധാരണ തൈറോയിഡ് ഉള്ളവർ ഇത് കഴിക്കാം. ഹൈപ്പർ ഉള്ളവർക്ക് കഴിക്കാം. പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കും, ഷുഗർ കുറയ്ക്കും. ഷുഗർ കുറവുള്ളവർ ഒരിക്കലും കഴിക്കരുത്. പിന്നെ ഹാർട്ട് അറ്റാക്കിനുള്ള ടാബ്ലറ്റ് എക്കോസ്പിരിൻ പോലുള്ള കഴിക്കുന്നവർ ഇത് കഴിക്കരുത്, കാരണം ഇത് ബ്ലഡ് തിന്ന് ചെയ്യുന്ന ഒരു സാധനം ഉലുവയിലുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, വന്ധ്യതയ്ക്കുള്ള മരുന്ന്, ഹോർമോൺ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നവരും ഡോക്ടറുടെ അഭിപ്രായം ചോദിച്ച ശേഷം ഉലുവ ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഉലുവയുടെ ഉപയോഗം കേട്ടോ. പിന്നെ ഉലുവയെ നമ്മൾ മലയാളികൾ എപ്പോഴും കളിയാക്കും അല്ലേ. എന്നാ ഉണ്ട് കയ്യിൽ 1000 ഉലുവ. ഈ 1000 ഉലുവ എന്ന് പറയുമ്പോൾ നമ്മൾ കളിയാക്കുമ്പോൾ, പക്ഷേ ഉലുവയുടെ ഗുണങ്ങൾ അവരറിയുന്നില്ല. 1000 രൂപയെക്കാളും ഗുണമുണ്ട് 1000 ഉലുവയ്ക്ക്. അപ്പോൾ ഇനി മുതൽ ഉലുവയെ കളിയാക്കില്ല കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ഷെയർ ചെയ്യണേ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോസുമായി വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.